സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 2 28 മുതൽ 31 വരെ. അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വേദഭാഗം ശിമ്യോൻ എന്ന ഒരു നീതിമാനായ മനുഷ്യൻ പ്രസ്താവിച്ച പ്രസ്താവനയാണ് നാം കേൾക്കുവാനിടയായത്. ഈ ശിമ്യോനെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു എന്ന് കാണാം. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ കാണും മുമ്പേ അവന് മരിക്കയില്ല എന്ന് ഒരു വെളിപ്പാടും ലഭിച്ചിരുന്നു. ഈ മനുഷ്യൻ ഒരു ദിവസം പരിശുദ്ധാത്മ നിയോഗത്താൽ ദൈവാലയത്തിൽ പോവുകയാണ്. ആ സമയത്താണ് യേശുവിൻ്റെ അമ്മയപ്പന്മാർ യേശു എന്ന പൈതലിനെ അവിടെ പ്രതിഷ്ഠയ്ക്കായി കൊണ്ടുചെല്ലുന്നത്. ആ സമയം ഈ ശിമ്യോൻ യേശു എന്ന പൈതലിനെ കരങ്ങളിൽ ഏന്തി ദൈവത്തെ സ്തുതിച്ച് വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് പ്രസ്താവിച്ച പ്രസ്താവനയാണ് നാം ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി വായിച്ചു കേൾക്കുവാനിടയായത്. ഈ ശിമ്യോൻ എന്ന നീതിമാനായ മനുഷ്യൻ്റെ നാം വായിച്ചു കേട്ട പ്രസ്താവനയിൽ അദ്ദേഹം ആദ്യമായി പറയുന്നത് ക്രിസ്തു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമെന്നാണ്. അതിനർത്ഥം ജാതികൾ അന്ധകാരത്തിലെന്നാണ്. ജാതികൾ ഇരുട്ടിൻ്റെ അധികാരത്തിന് കീഴെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ കഴിയുന്ന ജാതികൾക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് പ്രകാശമാണ്. അവർ പ്രതീക്ഷിക്കാത്ത, അഥവാ ജാതികൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് സ്വർഗത്തിലെ ദൈവം അവരുടെ രക്ഷയ്ക്കായി ഒരു വെളിപ്പാട് നൽകുകയാണ്. ആ വെളിപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തു. ലോകത്തിൻ്റെ വെളിച്ചമായി ഈ ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്ത ദൈവപുത്രൻ ജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവത്തിൻ്റെ അനുഗ്രഹവും സമ്മാനവുമായ ദൈവസുതൻ. രണ്ടാമതായി ശിമ്യോൻ എന്ന ഈ നീതിമാനായ മനുഷ്യൻ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമെന്നാണ്. ദൈവത്തിൻ്റെ
ജനമായ ഇസ്രായേലിന് ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തിരുന്നു. ആ രക്ഷകനാണ് ക്രിസ്തു എന്നാണ് ശിമ്യോൻ പറയുന്നത്. അതേ പ്രിയമുള്ളവരെ, ജാതികൾക്കും ദൈവജനത്തിനും ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ് ലോകരക്ഷകനായ ക്രിസ്തു. ആമേൻ. പാടി സരിഗമരാരിരാരോ മഞ്ഞണിയും രാവിൽ മഞ്ജുള